ഹലോ നമസ്കാരം, വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമുക്ക് കുറച്ച് അധികം ഓർഡർ ഉണ്ട്, നമുക്കൊന്ന് ഒരുമിച്ച് പാക്ക് ചെയ്യാം. ഇത് രണ്ടും റയോൺ ഫാബ്രിക്കാണ്. ഇത് കുറച്ച് മിക്സ്ഡ് ആയിട്ടാണ് അവരെല്ലാം തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം 2.5 മീറ്റർ കട്ടാണ്. ജയ്പൂർ കോട്ടൺ ഉണ്ട്, 40-60 ക്വാളിറ്റിയുള്ള കോട്ടൺ ഉണ്ട്, PC കോട്ടൺ ഉണ്ട്. എങ്ങനെയുണ്ട് കളർ കോമ്പിനേഷൻ? നോക്കും എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതെല്ലാം വളരെ റീസണബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് വിറ്റഴിക്കുന്ന ഒരു ഡിസൈനാണത്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു അജ്രക് പ്രിൻ്റാണ്. നല്ല ഭംഗിയായിട്ട് ഇതാ കണ്ടില്ലേ, കലംകാരി പ്രിൻ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഒരു ക്ലോത്ത് ഉണ്ട്. ഇതും നമുക്കിതിന് മുൻപ് വന്നപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ടായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് നമ്മുടെ കാന്ത കോട്ടൺ ആണ്. എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണെന്നറിയോ, വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കോട്ടൺ ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിന്ന് പാക്ക് ചെയ്ത് അയക്കാൻ പോകുന്നത്. ഇത് ഏകദേശം 35 മീറ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഫാബ്രിക്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസെല്ലിങ്ങിന് താല്പര്യമുള്ളവരും നമ്മുടെ റീസെല്ലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ ഞാൻ ആദ്യം പാക്ക് ചെയ്ത ശേഷം ഇങ്ങനെയുള്ള പാക്കിംഗ് കവറിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ അത്ര വലിയ ട്രാൻസ്പെറൻറ്റ് കവറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു വലിയ ബാഗിൽ ആദ്യം പാക്ക് ചെയ്തിട്ട് വീണ്ടും ഇതുപോലത്തെ ഒരു ബാഗിലും കൂടി പാക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ബാഗിലോട്ട് ഇങ്ങനെ മാറ്റുകയാണ്. അതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു വലിയ ബാഗ് എടുത്തിട്ട് വീണ്ടും ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത് കേട്ടോ. അതുപോലെ എപ്പോഴും നിങ്ങൾ കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കളർ ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യണം. അതായത് ക്വാളിറ്റി കൂടിയ കോട്ടൺ ഫാബ്രിക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്യോർ ജയ്പൂർ കോട്ടൺ പോലെയുള്ള ഫാബ്രിക്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എങ്കിൽ പോലും കോട്ടൺ ഫാബ്രിക് കൂടുതൽ നാളും അതേ ഒരു ഭംഗിയോടുകൂടി പുതുമയോടുകൂടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കളർ ഗാർഡ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ ചെറിയ ബോട്ടിൽ വരെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് അത്ര റേറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി കളർ ഗാർഡിൻ്റെ വീഡിയോ അടുത്തത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ കോട്ടൺ ലവേഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം അതാണ്. കാരണം നമുക്ക് റഫ് യൂസായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കളർ ഗാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയും അതല്ലാണ്ട് ഷോപ്പുകളിൽ ഇപ്പോൾ അധികവും എനിക്ക് തോന്നുന്നു ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതാ ടൈറ്റായി പാക്ക് ചെയ്ത് ഇനി ഇതേപോലത്തെ ഒരു കവറിലും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല സേഫായിട്ട് സെല്ലോ ടേപ്പും കൂടി വെച്ച് കവർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടി ഒന്ന് അതിനോടൊപ്പം തന്നെ പറയുക. അതോടൊപ്പം നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അധികവും ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് നടക്കും. അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇടുക. റീസെല്ലിങ്ങിന് താല്പര്യമുള്ളവർ റീസെല്ലേഴ്സിൻ്റെ ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിലും അതുപോലെ ലൈക്ക് ചെയ്യൂ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കരുതേ. മാക്സിമം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.